ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ UAE നല്ല തണുപ്പ് തുടങ്ങി. കുട്ടികൾക്ക് വിൻ്റർ വെക്കേഷനാണ്. 15 ദിവസത്തെ ലീവുണ്ട്. അപ്പോൾ ഞങ്ങൾ നാട്ടിലൊന്നും പോകുന്നില്ല കേട്ടോ. 15 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഇവിടെ മധുരക്കിഴങ്ങ് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ. കുട്ടികൾക്ക് വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ പകുതി എടുത്തിട്ട് ഇതുപോലെ സിപ്പ് ലോക്ക് ബാഗിലായിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കൂട്ടാം. പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് പുഴുങ്ങിയെടുത്താൽ മതി. അപ്പോൾ ഇത് ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. വലിയ മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നാട്ടിൽ കിട്ടുന്നതിൻ്റെ അത്ര മധുരം ഉണ്ടാവില്ല. എന്നാലും നമുക്കിങ്ങനെ എപ്പോഴേലും കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കട്ടൻ ചായയും കൂടി ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അല്ലേ. ഇപ്പോഴത്തെ മക്കൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയില്ല. നമ്മൾ ചെറുപ്പകാലത്ത് ഒരുപാട് കഴിച്ചുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ കഴിക്കാൻ തോന്നും കേട്ടോ. അപ്പം ഞാനിവിടെ ചായ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ ഈ ഒരു സ്റ്റീലിൻ്റെ സാധനം ഉണ്ടല്ലോ, ഇത് ഞാൻ ഐക്യയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഇവിടെ എല്ലാ കടയിലും കിട്ടുന്നുണ്ട് ഇപ്പോൾ. ഇതിനധികം റേറ്റൊന്നുമില്ല. ഇതിങ്ങനെ നിവർത്താനും താഴ്ത്താനൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ മോൾ അതിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചായ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പം അങ്ങനെ നമ്മുടെ ഈ ഒരു മധുരക്കിഴങ്ങ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര മധുരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ കാണിക്കുന്നത് ഇവിടെ എവരിഡേ സെൻറ്ററിൽ പോയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് ഞാൻ പിന്നെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നാട്ടിൽ പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഡേ ടു ഡേന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നേരത്തെ കാണിച്ചത് എവരിഡേ സെൻറ്ററാണ്. ഇപ്പോൾ ഇത് ഡേ ടു ഡേന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് നല്ല ഉപകാരമുള്ളൊരു സാധനമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണല്ലോ വാഷ് ബേസിനും അതുപോലെ സിങ്കൊക്കെ അടയുന്നത്. അപ്പോൾ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചുള്ളൊരു പൗഡറാണ് കേട്ടോ. അത് ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതും കൂടിയും കാണിച്ചു തരാം. ആദ്യം നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. ഞാനിവിടെ ചായപാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പൗഡർ നമ്മുടെ സിങ്കിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ അധികം കച്ചറ ഒന്നും അടയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നെറ്റ് വാങ്ങിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഒന്ന് അടഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു നെറ്റ് ആദ്യം എടുത്ത് മാറ്റണം. എന്നിട്ട് വേണം ഈ ഒരു പൗഡർ ഇട്ട് കൊടുക്കാൻ. കാരണം ചൂടുള്ള വെള്ളമല്ലേ ഒഴിക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ അത് ഉരുകിപ്പോയാലോ. അപ്പോൾ ഞാൻ ആ ഒരു നെറ്റ് ആദ്യം എടുത്ത് മാറ്റുന്നുണ്ട്. ഇത് അധികം റേറ്റ് ഒന്നുമില്ല, പക്ഷെ നല്ല ഉപയോഗമുള്ള സാധനമാണ് കേട്ടോ. എന്നിട്ട് ഈ ഒരു പൗഡർ ഇതിനകത്തേക്ക് ഒരു പകുതിയോളം ഇട്ട് കൊടുക്കണം. എന്നിട്ട് വെള്ളം നല്ല തിളച്ചതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആദ്യം ഈ സിങ്കിനകത്തുള്ള വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കളയാൻ നോക്കുക. കളയുന്നില്ലെങ്കിലും കുഴപ്പമില്ല, പോവുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ചൂടുവെള്ളം അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടാ. അപ്പോൾ അങ്ങനെ പുക പൊന്തും, അതുപോലെ പതക്കെട്ടി വരും കേട്ടോ. നമ്മുടെ മുഖം ഒന്ന് തുണി കൊണ്ടോ അതുപോലെ മാസ്കോ ഉപയോഗിച്ചിട്ടൊന്ന് കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇവിടെ 2 സിങ്കാണ് എനിക്കുള്ളത്. അപ്പോൾ ഒന്നിനകത്താണ് ഇപ്പോൾ അടഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിനകത്ത് മാത്രമേ ഒഴിക്കുന്നുള്ളൂ. നല്ല ക്ലീനായി കിട്ടും. ഇതാ പെട്ടെന്ന് തന്നെ ക്ലീനായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 1-2 ബോട്ടിൽ വീടിനകത്ത് കുട്ടികളൊന്നും കിട്ടാത്ത സ്ഥലത്ത് കൊടുന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്നൊക്കെ അടയുന്ന സമയത്ത് ഇതുപോലെ എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തന്നത്. ഈ ഒരു ബോട്ടിൽസാണ് കേട്ടോ ഞാൻ ആ ഒരു ഡേ ടു ഡേ സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ വേറൊരു സമയത്ത് ഗ്രോസറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് യൂഡു പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആണ്. ഇത് നല്ല പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത് ഉപയോഗിച്ചത് വാഷ് ബേസിനകത്താണ്. ഇവിടെ വാഷ് ബേസ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അടയും കേട്ടോ. മക്കൾ ഉപയോഗിക്കുന്ന വാഷ് ബേസിനാണ് പെട്ടെന്ന് അടയുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ആ വെള്ളം കുറേ കളയാൻ നോക്കി, പക്ഷെ അത് പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ വെള്ളത്തിനകത്തേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം പോകുന്നില്ലെങ്കിൽ അതെങ്ങനെ കളയാമെന്നും കൂടി ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്തത്. അപ്പോൾ അതുപോലെ ഇങ്ങനെ വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തപ്പോൾ ഒരു റിയാക്ഷനൊന്നും കണ്ടില്ല. അപ്പം ഞാനതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒത്തിരിയൊക്കെ കച്ചറ ഉണ്ടെങ്കിൽ ഒരുപാട് പൗഡർ ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. ഒരു ബോട്ടിൽ ഒന്നങ്ങനെ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പം ഞാനിതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തു. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നല്ല തിളച്ച വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ചുടുവെള്ളം ഒഴിക്കുന്നത് നിർബന്ധമാണ് കേട്ടോ.
നമ്മൾ വെള്ളം പോയിട്ടില്ലെങ്കിലും പോയാലും ഈ ചൂടുവെള്ളം നന്നായിട്ട് ഒഴിക്കണം. എന്നാൽ മാത്രമേ അത് പെട്ടെന്ന് അങ്ങോട്ട് പോവുള്ളൂ, അല്ലെങ്കിൽ അത് അതിനകത്തുനിന്ന് പോകാൻ സമയമെടുക്കും. പിന്നെ നമ്മൾ ഇങ്ങനെ പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളത്തിലേക്ക് ഈ പൗഡർ ഇട്ടിട്ട് പുറത്തേക്കൊക്കെ പോയി കുറേ മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെയാണ് വരുന്നെങ്കിൽ വരുമ്പോഴേക്ക് ഫുള്ളായിട്ട് പോയിട്ടുണ്ടാകും. പിന്നെ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കളഞ്ഞാൽ മതി. അപ്പോൾ അതാ ആ വെള്ളം ഒഴിച്ച് 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ഇത് ഫുള്ളായിട്ട് പോയിട്ടാണ്. എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്താൽ മതി. ഇതിവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് മാത്രം വീഡിയോ എടുത്താണ്. പിന്നെ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് മൊബൈൽ ഇങ്ങനെ ഇളകുന്നത് കേട്ടോ, ഞാൻ തന്നെ ക്ലീൻ ചെയ്യുന്നതും. പിന്നെ വാങ്ങിച്ചത് അവിടുന്ന് ഐസ്ക്രീം ഉണ്ടാക്കുന്ന ആ ഒരു മോൾഡ് ഉണ്ടല്ലോ, അതാണ്. അധികം വെയിറ്റ് ഇല്ലാത്തൊരു സാധനം കേട്ടോ. മോള് വാങ്ങിച്ചതാണിത്. ഞാനിത് 1-2 തവണ ഒക്കെ ഉണ്ടാക്കി നല്ല റെഡി ആവുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ച് ഫ്രീസറിൽ വെച്ചാൽ മതി. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ചെറിയ രീതിയിൽ ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാത്രമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, മോൾക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ വാങ്ങിച്ചത് ഈ ഒരു പാത്രമാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. അത്യാവശ്യം ഇതുപോലെ 1-2 ഗ്ലാസ്സൊക്കെ ചായ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പാത്രം. അതുപോലെ കടുക് വറുക്കാം. നല്ല പാത്രമായിരുന്നു കേട്ടോ. പിന്നെ വാങ്ങിച്ചത് ഈ ഒരു പാത്രമാണ്. ഇത് ഞാൻ ഇതുവരെ സ്റ്റൗ ഓണാക്കിയിട്ട് വെച്ചിട്ടില്ല കേട്ടോ, തീ കത്തിച്ചിട്ട് വെച്ചിട്ടില്ല. ഇത് എനിക്കറിയില്ല അതിൻ്റെ യൂസ് എത്രത്തോളം ഉണ്ടാവുമെന്ന്. 999 ദിറംസാണ്. ഇത്തിരി ഒരു വൈറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ നല്ല ഗോൾഡൻ കളറിലാണ് കേട്ടോ വരുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇങ്ങനെ സെർവ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു പാത്രമാണ് കേട്ടോ. പിന്നെ വാങ്ങിച്ചത് ബാത്റൂം ക്ലീൻ ചെയ്യുന്ന കുറച്ച് ഐറ്റംസാണ് കേട്ടോ. ഇത് ആ 2 വലുതുണ്ടല്ലോ, ഗ്രീനും അതുപോലെ യെല്ലോ, അത് ലിക്വിഡായിട്ട് നല്ല പതമായിട്ട് വരുന്നതാണ്. ഈ ഒരു ഊതിൻ്റെത് നല്ല സ്മെല്ലിൽ വരുന്നതാണ് കേട്ടോ. മറ്റേത് നമുക്ക് നല്ല പതയായിട്ട് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇത് നമുക്ക് ടോയ്ലറ്റ് അതുപോലെ വീട്ടിനകത്തൊക്കെ സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. തുടക്കുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന വെള്ളത്തിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന് 615 വരുന്നത്. ഇതിന് 899 ദിറംസാണ് കേട്ടോ വരുന്നത്. അധികം റേറ്റ് ഒന്നുമില്ല. 5 ലിറ്റർ ഉണ്ട് ആ 2 വരുന്നത്. ഇത് 1.5 ലിറ്ററിൽ വരുന്നതാണ് കേട്ടോ. ഇതിലിപ്പോൾ എവരിഡേ സെൻറ്ററിൽ നിന്നും ഡാറ്റോഡേ നിന്നും മിക്സ് ആയിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. 2 ഷോപ്പിലും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ ബാത്റൂമൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു മോപ്പാണ്. വൈപ്പറായിട്ട് ഉപയോഗിക്കുന്ന മോപ്പുണ്ടല്ലോ, അതാണ്. ഇത് നല്ല യൂസാണ്. ഇതിന് നല്ലതും ചീത്തതായിട്ടുള്ള വശങ്ങളുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല ഡ്രൈ ആയി കിട്ടുന്നുണ്ട്. നമ്മൾ അകത്തൊക്കെ വെള്ളം പോയി കഴിഞ്ഞാലും നല്ല ഡ്രൈ ആയി കിട്ടും. ഈ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഇങ്ങനെ പൊന്തിക്കുക താഴ്ത്തുക, അപ്പോഴാണ് കേട്ടോ അത് നല്ല ക്ലീനാക്കാൻ പറ്റുന്നതൊക്കെ. നല്ല കളറുമാണ്, നല്ല സോഫ്റ്റുമാണ്. പക്ഷേ ഞാനിത് ഉപയോഗിച്ച് 2 മാസം ഉപയോഗിച്ചിട്ടുണ്ടായിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നാട്ടിൽ പോയി വന്നപ്പോഴത്തേന് പിന്നെ ഈ ഒരു സാധനം ഉണ്ടല്ലോ താഴ്ത്തുന്നതും പൊന്തിക്കുന്നതും, അത് പിന്നെ അനങ്ങുന്നുണ്ടായിരുന്നില്ല. ആകെ തുരുമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് ദിവസമൊക്കെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ എടുത്തു വെച്ചാൽ പിന്നെ പെട്ടെന്ന് തുരുമ്പ് വരുന്നുണ്ട്. 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു 2 ടോയ്ലറ്റിക്കും. പക്ഷെ 2 അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ എനിക്കത് കളയേണ്ടി വന്നിട്ടാ. ശരിക്കും പറഞ്ഞാൽ ബാത്റൂം നല്ല ക്ലീൻ ആയി കിട്ടുന്നു. ഡെയിലി ആയിട്ട് ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എടുത്തു വെച്ചപ്പോൾ പിന്നെ അതങ്ങനെ ആയി. പിന്നെ ഇത് ഞാനൊരു സ്പ്രേ മോപ്പ് വാങ്ങിച്ചതാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, പിന്നെ നല്ല യൂസാണ്. ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഇതിനകത്തേക്ക് വെള്ളം വരും പുറത്തേക്ക്. എന്നിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. ഇതിനകത്തുള്ള ഈ ഒരു ടവലുണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ആക്കുന്നത്. നല്ല വെറ്റായിട്ട് ക്ലീൻ ആവും. നമ്മൾ ഫാനിട്ട് കൊടുക്കുക ഒന്നും വേണ്ട, നല്ലതായിട്ട് ക്ലീൻ ആവും. പക്ഷെ ഇതിനും നല്ലതും ചീത്തമായിട്ടുള്ള വശങ്ങളുണ്ട്. ഇത് ക്ലീൻ ആക്കാനൊക്കെ നല്ല ഈസിയാണ്, നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട്. പിന്നെ നമുക്കിത് എടുത്തിട്ട് കഴുകാൻ പറ്റും. അതുപോലെ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയെടുക്കൊന്നും വേണ്ടല്ലോ. അതിനകത്തേക്ക് വെള്ളവും ലിക്വിഡെല്ലാം നിറച്ച് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ക്ലീൻ ആക്കാൻ പറ്റും. നല്ല ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ നല്ല കച്ചറകളിലൊക്കെ വീടുണ്ടാവില്ല, അവിടെ പറ്റില്ല കേട്ടോ. അധികം കച്ചറൊന്നും ഇല്ലാത്ത വീട്ടിൽ മാത്രമേ പറ്റുള്ളൂ. കാരണം നമ്മൾ ഈ ഒരു ടവലുണ്ടല്ലോ, അത് എടുത്ത് ഇങ്ങനെ വെള്ളത്തിൽ മുക്കുന്നൊന്നുമില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അതിങ്ങനെ ഒറ്റ ലെവലിൽ ഇങ്ങനെ പോവാണ്. അപ്പോൾ സ്പ്രേ ചെയ്യും, പിന്നെ തുടക്കും. നന്നായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. നമ്മൾ ഫാനിട്ട് കൊടുക്കൊന്നും വേണ്ട.
പക്ഷേ ഞാനിത് ഒരാഴ്ച ഉപയോഗിച്ചുള്ളൂ കേട്ടോ. എനിക്കിതിൻ്റെ യൂസ് എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് അത്ര ഉപയോഗം വന്നിട്ടില്ല. കാരണം ഞാൻ ഒരാഴ്ച ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു സ്പ്രേ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ ലീക്ക് വന്നു. എന്നിട്ട് പിന്നെ ഉപയോഗിക്കാൻ പറ്റിയില്ല കേട്ടോ. ഉപയോഗിച്ച ആ ഒരാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ പെട്ടെന്ന് ലീക്ക് വന്ന് നമ്മൾ 10 റംസിന് വാങ്ങിച്ച് 10 ദിവസം ഉപയോഗിച്ച് എന്നുള്ള ആ ഒരു ലെവലിലേക്ക് പോയിട്ടത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ യൂസൊക്കെ എത്രത്തോളം ഉണ്ടെന്നും കൂടിയാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഞാനിവിടെ കാണിക്കുന്നത് എൻ്റെ കറിവേപ്പില ഞാൻ എങ്ങനെ വളർത്തിയെടുത്തത് എന്നുള്ളതാണ് കേട്ടോ. ഫ്ലാറ്റിനകത്താണ് ഞാൻ കറിവേപ്പില ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഇനി എന്താണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നുള്ളതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കഞ്ഞിവെള്ളമാണ്, തലേ ദിവസത്തെയാണ് കേട്ടോ. ഒരു ദിവസം കഴിഞ്ഞ കഞ്ഞിവെള്ളമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് നീട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അന്നത്തെ കഞ്ഞിവെള്ളം വേണ്ട, തലേ ദിവസത്തെയാണ് കേട്ടോ വേണ്ടത്. ഞാനിവിടെ ചട്ടിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, അതിൻ്റെ പകുതി എടുത്ത് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളം എടുത്തതിലേക്കാണ് പകുതി എടുത്തിട്ടുള്ളത്. കുറച്ചധികം വെള്ളം എടുക്കുന്നവരാണെങ്കിൽ ഒരു നാരങ്ങ എടുക്കാം കേട്ടോ. മുറ്റത്തൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ, മുറ്റത്തെന്ന് പറഞ്ഞാൽ നിലത്തുണ്ടാക്കുന്നവരാണെങ്കിൽ ഒരു നാരങ്ങ എടുക്കുക, കുറച്ചധികം വെള്ളം എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ. അപ്പോൾ അതിലേക്കാണ് അര ചെറുനാരങ്ങ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനകത്ത് നിന്നുള്ള ആ ഒരു നീരൊക്കെ നന്നായിട്ട് വന്നോട്ടെ. അപ്പോൾ അതിനോണ്ട് നല്ല പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കറിവേപ്പിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കറിവേപ്പില ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഞാൻ ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഈ ചെടികളൊക്കെ ഉണ്ടല്ലോ, ഇവിടെ തണുപ്പ് വന്ന സമയത്ത് ഞാനിത് പറിച്ച് നട്ടതാണ്. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് മാറ്റി ഇന്നലെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ ശരിയായി വരുന്നേ ഉള്ളൂ. അപ്പോൾ കറിവേപ്പില ഇപ്പം ഞാൻ 1-2 മാസമായിട്ടുള്ളൂ വാങ്ങിച്ചിട്ട്. ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ 10 റംസിന് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് വാങ്ങിച്ചതാണ്. എന്നിട്ട് ഇവിടെ എനിക്ക് വെക്കാൻ അധികം സ്ഥലമില്ല. പിന്നെ ഇവിടെ കുറച്ചൊരു സ്ഥലമുണ്ട് താഴേക്ക്, എനിക്കവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ അവിടെ ഒരു സ്റ്റൂൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കറിവേപ്പില ചട്ടി വെച്ചിട്ട് അതിന് മുകളിലാണ് കേട്ടോ എൻ്റെ വേറെ ചട്ടികളൊക്കെ വെച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വിൻഡോൻ്റെ സൈഡുണ്ട്. അപ്പോൾ അവർ സൈഡിലാണ് ബാക്കിയുള്ള എൻ്റെ ചെടികളൊക്കെ വെച്ചിട്ടുള്ളത്. കറിവേപ്പില കുറച്ച് താഴേക്കായിട്ട്, അവിടേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. ഈ വിൻഡോൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ കറിവേപ്പില മുകളിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് പറിച്ചെടുക്കാം, ആ രീതിയിലാണ്. അപ്പോൾ കറിവേപ്പില ഞാനിപ്പോൾ 1-2 തവണയൊക്കെ ആയിട്ട് അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, ഇത് നമ്മുടെ കറിവേപ്പിലിൻ്റെ മരത്തേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കൊക്കെ, ആ ഇലൻ്റെ മുകളിലേക്കൊക്കെ നന്നായിട്ടൊന്ന് തെളിച്ചു കൊടുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഞാൻ വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മുളച്ച് പൊന്തിയിട്ടുണ്ട് അതിനകത്തൊക്കെ. അതൊക്കെ ഞാൻ പറിച്ചിടാറാണ്. ബാക്കി വരുന്ന വെള്ളം അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കട്ടോ. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് 1-2 ആഴ്ചയിലൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറിച്ച് നട്ടതിന് ശേഷം പിന്നെ ഇങ്ങനെ ഉണ്ടായി വരുന്നതാണ്. ഇവിടെ ഒരുപാട് സ്ഥലമൊന്നുമില്ല, കുറച്ച് സ്ഥലമുള്ളൂ. അപ്പോൾ ഉള്ള സ്ഥലത്താണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കറിവേപ്പില അത് അതുപോലെ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഇതുണ്ടല്ലോ, അത് എല്ലാ ആഴ്ചയിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പച്ചക്കറി വേസ്റ്റ് ഒന്നെങ്കിൽ മിക്സിയിൽ അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ വേറൊരു രീതിയിൽ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. അതും കൂടി കാണിച്ചു തരാം. ഫ്ലാറ്റിനകത്ത് വെച്ചാൽ അധികം വെയിൽ കിട്ടുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ താഴെയായിട്ട് വെച്ചിട്ടുള്ളതാണ്. ചെറിയ രീതിയിലൊക്കെ നമുക്ക് വെയിൽ കിട്ടിയാൽ മാത്രമേ കറിവേപ്പില ഉണ്ടായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്ലാറ്റിനകത്ത് തന്നെ വെക്കണം എന്നുള്ളവർ വിൻഡോ സൈഡിലൊക്കെ ആയിട്ട്, വിൻഡോൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ട് വിൻഡോൻ്റെ അടുത്തായിട്ട് വെക്കുക. ഇടയ്ക്ക് വിൻഡോ ഒക്കെ ഒന്ന് തുറന്നിട്ട് കൊടുത്തിട്ട് അതിന് നല്ല വെയിലൊക്കെ കിട്ടണം. അപ്പോൾ അത് അങ്ങനെയൊക്കെ ചെയ്താൽ ഫ്ലാറ്റിൽ തന്നെ നമുക്ക് കറിവേപ്പില ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇങ്ങനെ ബോട്ടിലുണ്ടല്ലോ, അതിങ്ങനെ താഴേക്ക് കുത്തി വെച്ചിട്ട് അതിനകത്തേക്ക് ഈ ഒരു പച്ചക്കറീൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ കുറേ ദിവസം അതിനകത്ത് കിടന്നിട്ട് ഞാനിങ്ങനെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അതിൽ നിന്നുള്ള ചെറിയ ചെറിയ എന്താ പറയുക, അതിൻ്റെ വളങ്ങളെല്ലാം അതിനകത്തേക്ക് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ പച്ചക്കറി വേസ്റ്റ് ഇവിടെ വല്ലാതെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഈച്ചകൾ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രീതിയിൽ ചെയ്തു നോക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ അതുപോലെ ചെയ്യും. ഇടയ്ക്ക് ഇങ്ങനെ കഞ്ഞിവെള്ളം ഒഴിക്കും. പിന്നെ ചായപ്പൊടി ചണ്ടി ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട്.
അങ്ങനെയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. മാഷാ അല്ലാ. അപ്പോൾ ആരും കണ്ണ് വെക്കരുത്, കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഈ ഒരു കറിവേപ്പില ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ കട്ട് ചെയ്തിട്ടാണ് ഇതുപോലെ പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മാഷാ അല്ലാ എൻ്റെ ചെടികൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മണി പ്ലാന്റും കാര്യങ്ങളെല്ലാം അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാഷാ അല്ലാ എനിക്ക് ഉപയോഗിക്കാനുള്ള രീതിയിലുള്ളതൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ട്. പിന്നെ കറിവേപ്പില പൊട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ അല്ലിയായിട്ട് പൊട്ടിക്കാൻ പാടില്ല കേട്ടോ. ഇതുപോലെ അങ്ങനെ ഒടിച്ചു കൊടുക്കണം. നമ്മൾ മുകൾ ഭാഗം വെച്ചിട്ട് നമ്മൾ ഒടിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ മരം ഒത്തിരി ഇങ്ങനെ നീണ്ടു പോവുകയും ചെയ്യും, പിന്നെ പുതിയത് വരില്ല. അപ്പോൾ നമ്മൾ മുകൾ ഭാഗം ഒരു 5 അല്ലി വിട്ട് മുകളിലേക്ക് ഒടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പുതിയത് ഇങ്ങനെ തളിർത്ത് വരും. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അൽഹംദുലില്ലാ മാഷാ അല്ലാ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കറിവേപ്പിലിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ കറിവേപ്പില കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് അറിയിക്കുക കേട്ടോ. പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.